ടർബോ ടർബോടെ അഭിനയത്തിന് കൊടുക്കണം. അത് അവാർഡ് കൊടുക്കണം. എന്താണ് അവാർഡ് നാഷണൽ അവാർഡ് കൊടുക്കേണ്ട പെർഫോമൻസ് ആണ് ടർബോയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ബെസ്റ്റ് ഫിലിം ഏതായിരിക്കും? ബെസ്റ്റ് നടൻ പൃഥ്വിരാജ്, ബെസ്റ്റ് ഫിലിം ഏറ്റവും മികച്ച പടമായിരിക്കും. അതായത് ബെസ്റ്റ് ഫിലിം അല്ല. ഈ കുറച്ച് മാസങ്ങളുള്ളൂ മറ്റേ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ട് മലയാളത്തിത്തെ. അപ്പൊ മലയാളത്തിൽ നിങ്ങൾക്ക് ആരൊക്കെ പ്രതീക്ഷ ഉള്ളത് നാഷണൽ അവാർഡിൽ അർഹതപ്പെട്ട? ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫിലിം ആരായിരിക്കും? ഇപ്പോ ചർച്ച ആയോണ്ടിരിക്കുന്നത് പൃഥ്വിരാജും അതേപോലെ തന്നെ മമ്മൂട്ടിയും ചർച്ച ചെയ്തത്. പൃഥ്വിരാജിന് ആടുജീവിതം, മമ്മൂട്ടിക്ക് നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക് അങ്ങനെയല്ല ആടുജീവിതം ചൂസ് ചെയ്യുള്ളൂ. അല്ല, പൃഥ്വിരാജിനാണോ അർഹപ്പെട്ട ഈ വർഷത്തെ അവാർഡ്? ഒന്നും കൂടി ലൈക് മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം വെച്ച് നോക്കി പൃഥ്വിരാജ്. മമ്മൂട്ടി നൻപകൽ നേരത്ത് മയക്കുണ്ട്, റോഷാക്ക് ഉണ്ട്. അല്ല, പടം കുറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആളുടെ ഡെഡിക്കേഷനും ആക്ടിങ് സ്കിൽസും ആണ് എടുക്കുന്നത്. അപ്പൊ മമ്മൂട്ടി അപ്പൊ പൃഥ്വിരാജിന്റെ അഭിനയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മമ്മൂട്ടിയുടെ അഭിനയം വളരെ കുറവായിരുന്നതാണ്. പിന്നെന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് എന്റെ പൊന്നോ അല്ല, ആടുജീവിതത്തിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ട് പുള്ളി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ട്രാൻസ്ഫോർമേഷൻ ആയാലും അങ്ങനെ ഓരോന്നൊക്കെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല മമ്മൂട്ടിയുടെ അഭിനയമൊക്കെ ഒരു കുഴപ്പമില്ല. അതായത് പദയാത്ര വെയിറ്റ് കുറച്ചതുകൊണ്ട് പൃഥ്വിരാജിന് അവാർഡ് കൊടുക്കണം. ഡെഡിക്കേറ്റഡ് ആയിരുന്നു. പിന്നെ ഒരുപാട് വർഷങ്ങൾ എടുത്തായിരുന്നു സിനിമ കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അത്രയും പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ പുറകെ. അതുകൊണ്ടാണ് പറഞ്ഞത് പെർഫോമൻസിന്റെ ഒരു പീക്കായിരുന്നു. അതുകൊണ്ട് പൃഥ്വിരാജിനാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ബെസ്റ്റ് ഫിലിം ഏതായിരിക്കും? ബെസ്റ്റ് നടൻ പൃഥ്വിരാജ്, ബെസ്റ്റ് ഫിലിം ഏറ്റവും മികച്ച പടമായിരിക്കും. അതായത് ബെസ്റ്റ് ഫിലിം അല്ല. അത് കൊള്ളാം. ബെസ്റ്റ് ഫിലിം ഏറ്റവും നല്ല പടത്തിന് കിട്ടട്ടെ. അല്ലെങ്കിൽ നല്ല പടം ആയതായിരിക്കും? നല്ല പടം ഏറ്റവും ബെസ്റ്റ് പടമായിരിക്കുമല്ലോ. മനസ്സിലൊന്നും തോന്നില്ല ഇപ്പൊ ഏതെങ്കിലും പടങ്ങൾ കണ്ടിട്ട്? ഫിലിം കാണാറില്ല അധികം. മൂവി പേഴ്സണല്ല, ഞാൻ വളരെ ചുരുക്കം കാണാറുള്ളൂ. അപ്പൊ ഈ വർഷം ആടുജീവിതം മാത്രം കണ്ടിട്ടുള്ളൂ? അല്ല, ആടുജീവിതം പിന്നെ ഇറങ്ങി. അവിടുന്നാണെങ്കിൽ എന്റെ സ്റ്റേറ്റിൽ നിന്നാണെങ്കിൽ ഋഷഭ് ഷെട്ടി ഉണ്ട്. കാന്താരയുടെ പെർഫോമൻസിന് അതും കൂടി വരുന്നുണ്ട്. അതാണ് ചോദിക്കുന്നത്. നല്ല പടം എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആർക്ക് അർഹനായിട്ട് ആരാണ് വിചാരിക്കുന്നത്? നടനോ ഫിലിം ഏതായാലും ബെസ്റ്റ് ഫിലിം ഏതായിരിക്കും? ബെസ്റ്റ് നടൻ ആരായിരിക്കും? ആരാണ് വിചാരിക്കുന്നത്? മമ്മൂട്ടിയും പൃഥ്വിരാജാണ് മലയാളത്തിന് കോമ്പറ്റീറ്റ് ആയിട്ട് നിൽക്കുന്നത്. നേരത്തില് മമ്മൂട്ടിയാണല്ലോ. മമ്മൂട്ടി കംപ്ലീറ്റ് ത്രൂ ഔട്ട് എന്നിട്ട് അഭിനയിച്ചിട്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ചില പോർഷൻ മുതൽ കാന്താരയും നോമിനേഷനിൽ പോകുന്നുണ്ടല്ലോ. അപ്പൊ കാന്താരയില് ക്ലൈമാക്സ് ഭാഗം മാത്രമാണല്ലോ ചെറുതായിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്തത്. പക്ഷെ നന്മകുന്നേരത്തിൽ മയക്കത്തിൽ മമ്മൂട്ടി ത്രൂ ഔട്ട് ആ റോള് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. മമ്മൂട്ടി ആയിരിക്കും. പൃഥ്വിരാജ് നല്ല ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത്. പൃഥ്വിരാജും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മമ്മൂട്ടി അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്നുള്ള രീതിയിലാണ്. പിന്നെ കാന്താരയ്ക്കും നോമിനേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ വിചാരിക്കുന്നത് മമ്മൂട്ടി ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പോ ആടുജീവിതം വെച്ച് നോക്കുമ്പോ, ആടുജീവിതത്തിന്റെ ഇത് വെച്ച് നോക്കുമ്പോ ആടുജീവിതം ചാൻസ് ഇല്ലതില്ല. അത് രണ്ട് ജോണറിൽ വരുന്നതായതുകൊണ്ട് ടൈറ്റ് ആയിരിക്കും. അതിപ്പോ അവര് നോക്കുന്ന രീതിയിൽ ഇരിക്കും കാര്യങ്ങൾ. നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്യാൻ അധികം മാസങ്ങളുള്ളൂ. അപ്പൊ ചേട്ടൻ വിചാരിക്കുന്ന ആർക്ക് ഫിലിം കാണാറില്ലേ? കാണാം. അപ്പൊ ചേട്ടൻ വിചാരിക്കുന്ന നാഷണൽ അവാർഡ് ഇപ്രാവശ്യം നാഷണൽ അവാർഡ് ആർക്ക് കിട്ടണമെന്ന് വിചാരിക്കുന്നത്? എന്റെ ഇത് മമ്മൂട്ടി അല്ലെങ്കിൽ ദുൽഖർ. ദുൽഖറിന് ഇത് കൊടുക്കണോ? ദുൽഖറിന് എന്തിനാ കൊടുക്കുന്നത്? മമ്മൂട്ടി ഇപ്പൊ ഏത് പുതിയ പടം? ടർബോടെ അഭിനയത്തിന് കൊടുക്കണം. അത് അവാർഡ് കൊടുക്കണം. എന്താണ് അവാർഡ്? നാഷണൽ അവാർഡ് കൊടുക്കേണ്ട പെർഫോമൻസ് ആണ് ടർബോയില് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ സിനിമയാണ്. ആക്ഷൻ ഫിലിം ആയതുകൊണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കണം. ഓക്കെ. ഇപ്പൊ വേറെ ദുൽഖറിന്റെ പേര് പറഞ്ഞാലോ? ദുൽഖറിന് ആദ്യം ഒരു സിനിമ ഉണ്ടായിരുന്നു, കിങ് ഓഫ് കൊത്താണോ? മറ്റേ രാജു കൊച്ചരാജു. അത് നല്ല സിനിമയായിരുന്നു. ഓക്കെ, അതിന്റെ ആണോ പറഞ്ഞേ? കൊത്തരാജു. മമ്മൂട്ടിക്ക് ടർബോ ജോസും ടർബോയും ദുൽഖറിന് കിങ് ഓഫ് കൊത്ത. രണ്ടാണ് ചേട്ടൻ വിചാരിക്കുന്നത് ഈ പടത്തിന്. ഓക്കെ. വേറെ ഏതെങ്കിലും പടങ്ങൾ എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കണോ? സഹനടനോ, ജൂറി,
അങ്ങനെ ആരുമില്ല. അങ്ങനെ ആരില്ല, ഇവർക്ക് മാത്രം കൊടുത്താൽ മതി. ഈ 2-3 മാസങ്ങളുള്ളൂ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്യാൻ. ഫിലിം കാണാറില്ല. അപ്പൊ ഇപ്രാവശ്യത്തെ നാഷണൽ അവാർഡ് ആർക്ക് കിട്ടുമെന്നാ വിചാരിക്കുന്നത്? മലയാളത്തിന്ന് മമ്മൂക്ക അല്ലെങ്കിൽ പൃഥ്വിരാജ്. കാരണം ആടുജീവിതവും കാതലും പിന്നെ നന്മകൾ നേരത്തെ മയക്കും 3 മൂവി ഉണ്ടല്ലോ. അപ്പൊ പൃഥ്വിരാജിനൊന്നും വിചാരിക്കുന്നില്ല? ആടുജീവിതം പറഞ്ഞല്ലോ. അപ്പൊ രണ്ടിലാരായിരിക്കും? മമ്മൂട്ടിയും പൃഥ്വിരാജയും കൂടുതൽ ആർക്ക് പ്രതീക്ഷ വരുന്നത്? പൃഥ്വിരാജും. കാരണം മമ്മൂട്ടിക്ക് 3 ഫിലിം എടുത്തതിന് ഒരൊറ്റ ഫിലിമല്ലേ ആടുജീവിതം വെച്ച് 3. അത് അത്രയും വർഷത്തെ കഷ്ടപ്പാടല്ലേ അവരുടെ. അപ്പൊ പറഞ്ഞു ഇല്ല അവളോട് അത്ര വർഷത്തെ കഷ്ടപ്പാടാണ്. അപ്പൊ ആ ഒരു ഹാർഡ് വർക്കിന് എന്തെങ്കിലും ഇത് വേണ്ടേ? കാരണം അത് ഇറങ്ങുന്നതിന് മുന്നേ കുറെ പേര് ഓസ്കാർ എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ അതുകൊണ്ട് കിട്ടുമായിരിക്കും. നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്യാൻ ഇനി അധികം മാസങ്ങളില്ല. അപ്പൊ ആർക്ക് കിട്ടുമെന്നാ വിചാരിക്കുന്നത്? എനിക്ക് ആർക്കും കിട്ടുമെന്ന് തോന്നില്ല. കാരണം മലയാളത്തിൽ നിന്ന് ആർക്കും കിട്ടില്ല. മമ്മൂട്ടിക്ക് പൃഥ്വിരാജിന് ആർക്കും കിട്ടില്ല. ആർക്ക് കിട്ടുന്ന വിചാരിക്കുന്നത്? ഞാൻ അങ്ങനെ ഫിലിം കാണാറില്ല, അതുകൊണ്ടാണ് ആർക്കും കിട്ടില്ല എന്ന് പറഞ്ഞത്. അതല്ല, പൃഥ്വിരാജിന് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ നേരത്തെ ആർക്കും കിട്ടില്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്ത് ഉദ്ദേശിച്ചത് പറഞ്ഞു? അതല്ല, വേറെ ഫിലിം ഇൻഡസ്ട്രിയിലും ആൾക്കാര് നന്നായിട്ട് ചെയ്തിട്ടില്ലേ? ചിയാൻ വിക്രമിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ. അല്ല, കുറച്ച് മുന്നേ കുറച്ച് ഫിലിം കാണില്ല എന്ന് പറഞ്ഞു. അപ്പൊ വേറെ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറെ ഫിലിമിന് അർഹതപ്പെട്ടവരുണ്ടാവും പറഞ്ഞു. കാണാതെ എങ്ങനെ പറയാൻ പറ്റുന്നത്? അതല്ല, ഞാൻ ഇൻസ്റ്റയില് കാണുന്നുള്ളൂ, ഞാൻ ഫിലിം ഒന്നും കാണാറില്ല. ഇവളുടെ മാത്രം ഇട്ടാ മതിട്ട് എന്നെ ഇടല്ലേ.